അങ്ങനെ നമ്മുടെ സച്ചി രേവതി ഒരുപാട് സന്തോഷിച്ച് നടക്കുകയാണ്. സച്ചിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം വന്നിട്ട് നമ്മുടെ രേവതിയെ എടുത്തും കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. രേവതി വേണ്ട സച്ചിയേട്ടാ വേണ്ട സച്ചിയേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൻ എടുത്തും കൊണ്ട് തന്നെ നടക്കണ്ട. അത് കണ്ടും കൊണ്ട് കുറേ ഗുണ്ടകൾ അവിടെ വരുന്നുണ്ട്. എന്നിട്ട് പറയണ്ട, എടാ അവർ ഭാര്യയും ഭർത്താവും ഒന്നല്ല. ഭാര്യ ഭർത്താവാണെങ്കിൽ അവരിങ്ങനെ പരിസരം മറന്നിട്ട് പ്രണയിക്കില്ല. അവർക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്, നമുക്കും ആ പെണ്ണിനോടൊന്ന് മുട്ടിയൊക്കെയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ രേവതിയും സച്ചിയുടെയും ബാക്കിൽ പോകുന്നുണ്ട്. രേവതി സച്ചിയും കാർ എടുത്ത് പോകുന്ന സമയത്ത് നമ്മുടെ കാറിൻ്റെ ബാക്കിൽ ഒരു ബൈക്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്ന് വിളിക്കേണ്ടത് കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് ഇറങ്ങിയിട്ട് പുറത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എടാ കാശിൻ്റെ തളപ്പാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിൻ്റെ തല പൂക്കളെ പോലെ ചെതറിയിട്ട് താഴെ കിടക്കൂട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ദേഷ്യം വന്നിട്ട് അടിക്കാനൊക്കെ കൂടുന്നുണ്ട്. അടി കൂടാൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രേവതി തടയുന്നുണ്ട്. രേവതി പറഞ്ഞിട്ട് വേണ്ട സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് തടയുന്ന സമയത്ത് അതിലൊരു ചെക്കൻ പറഞ്ഞിട്ട്, നീ രേവതി ചേച്ചി തടയണ്ട, അവന് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് അടി കൂടട്ടെ എന്നൊക്കെ പറയുന്നത്. എന്തായാലും സച്ചി എല്ലാവരെയും അടിച്ച് വീഴ്ത്തിയിടുന്നുണ്ട്. എന്തായാലും സച്ചിക്ക് ദേഷ്യം വന്നിട്ട് വേഗം പോയിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് പോണ സമയത്ത് നമ്മുടെ ആ ഗുണ്ട പറയുന്നുണ്ട്, എന്തായാലും അവനെ ഞാൻ പോകാൻ വിടില്ല, അവൻ്റെ നെഞ്ഞത്ത് ഞാൻ കത്തി കുത്തി കയറ്റിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സച്ചി വിട്ട് കൊടുക്കില്ല. എന്തായാലും സച്ചി നമ്മളെ ഒന്നും അപകടം ഇല്ലാതെ വീട്ടിലേക്ക് തിരിച്ചെത്തും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.